കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഒക്കെ നാളത്തെ അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ലക്ഷ്മി അമ്മയുടെ മോഹിനി ആ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. അപ്പൊ വലിയ ക്രമക്കേട് തന്നെയാണ് ഇവിടുത്തെ കണക്കുകളിലും കാര്യങ്ങളും കണ്ടിരിക്കുന്നത്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ മഹേശ്വരന് നന്ദയെ പേടിച്ചാണ് ഓരോ നിമിഷം ഇന്ത്യവരത്ത് നിൽക്കുന്നത്. നന്ദ ഇനി എന്തൊക്കെ കാണിക്കുമെന്ന് പറയാൻ പറ്റില്ല. നന്ദ എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പം നന്ദ ഇനി ഗൗതമിനോട് അതൊക്കെ പറയൂ എന്നൊരു ചിന്ത മഹേശ്വരന്റെ ഉള്ളിലുണ്ടായി കഴിയുമ്പോഴത്തേനും മഹേഷിന് വല്ലാത്ത ടെൻഷൻ ഉണ്ടാവുക. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്നൊക്കെ തന്നെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് വെറുതെ ഇരുന്ന് നന്ദേനെ മഹേഷിനെ അങ്ങോട്ട് ചൊറിയുക മിഥുന്റെ പേര് പറഞ്ഞ്. നന്ദയ്ക്ക് സഹിക്കുവോ? നന്ദ ഒട്ടും വിട്ടുകൊടുത്തില്ല. നന്ദ എന്ത് ചെയ്യുകയാണ്, ആ സെക്കൻഡ് തന്നെ ചെമ്പമ്മേടിലുള്ള സുജാതയുടെ കാര്യം അങ്ങോട്ട് പറയാണ്. വേറൊന്നും പറഞ്ഞില്ല, നന്ദ ഇത്രമാത്രം പറഞ്ഞുള്ളൂ. അച്ഛൻ ഇവിടെ ഇങ്ങനെ വലിയ കർക്കശക്കാരനൊക്കെ ആണെങ്കിലും ചെമ്പമ്മയുടെ എസ്റ്റേറ്റിൽ അവിടെ അടുത്തൊരു വീടുണ്ട്. അവിടെ പോയിട്ട് അവിടെ ഒരു മോളെ അച്ഛനാ സംരക്ഷിക്കുന്നത്. അവരുടെ പഠിപ്പും കാര്യങ്ങളും എല്ലാം നോക്കുന്ന അച്ഛനാന്ന് പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവർക്കും അത്ഭുതമായിരുന്നു. മഹേശൻ ആകെ തകർന്ന് തരിപ്പണമായിപ്പോയി. മഹേശൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലത്. കാരണം നന്ദി ഇങ്ങനെ പറയണമെങ്കിൽ നന്ദി അവിടെ ചെന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരിക്കും. ആ മിഥുനായിരിക്കും ഒപ്പം കമ്പനിയായിട്ട് പോയിരിക്കുന്നത്. ഇപ്പോൾ വേറെന്തെങ്കിലും സത്യം അറിഞ്ഞു കാണുമോ? മിഥുൻ ആ നാട്ടുകാരനാ. അപ്പൊ അവിടെ എന്തെങ്കിലും ഇവരോട് പറഞ്ഞു കാണുമായിരിക്കും. അതായിരിക്കുമല്ലോ ഇത്ര ധൈര്യത്തിൽ പറഞ്ഞേ. എന്റെ ഭഗവാനെ, ഗൗതമിനോടെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം ഇനി ഇതിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കും. അവനൊരു പോലീസ് ഓഫീസർ ആണല്ലോ. സത്യം കണ്ടെത്തി അവൻ അടങ്ങുള്ളൂ. എന്ത് ചെയ്യും? നന്ദ പറയാതിരിക്കണം. ഓ, അതിനെന്താ ഒരു വഴി. പിന്നീട് ലക്ഷ്മി അമ്മേനെ സമീപിക്കുന്നുണ്ട് നന്ദ എന്തെങ്കിലും പറഞ്ഞോന്ന് അറിയാൻ വേണ്ടിയിട്ട്. ലക്ഷ്മി അമ്മ പറഞ്ഞു നന്ദ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെന്നാ പറയുന്നത്. പാവൻ ലക്ഷ്മി അമ്മയ്ക്ക് അറിയില്ലല്ലോ ഇതിനെ കുറിച്ചാ ചോദിക്കുന്നതെന്നൊക്കെ. പിന്നീട് കാണിക്കുന്ന നന്ദയാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. കാരണം ഗാഥനെ എങ്ങനെയും രക്ഷിച്ചേ പറ്റുള്ളൂ. പക്ഷെ എങ്ങനെ രക്ഷിക്കണം അതിനെക്കുറിച്ചൊന്നും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഈ സമയത്ത് ഗൗതം മുറിയിലേക്ക് കയറി വരുന്നത്. ഗൗതം വന്നിട്ട് ചോദിച്ചല്ല എന്ത് പറ്റി? ഞാൻ വന്നപ്പോൾ വല്ല ശ്രദ്ധിക്കുന്നാണോ? ഭയങ്കര ഗൗരവമുള്ളെന്ന് പറഞ്ഞേ. അങ്ങനൊന്നും ഇല്ല. ചെമ്പമ്മയുടെ എസ്റ്റേറ്റിൽ പോയിട്ട് വന്നതിന് ശേഷം എന്ത് പറ്റി? ഇനിയിപ്പോ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കണം. അവിടെ ഒരു പ്രശ്നമില്ലെന്ന് പറയണേ. എന്തേലും ഉണ്ടെങ്കിൽ എന്നോട് മറച്ചു വെക്കണ്ട കേട്ടോ. ഞാൻ അറിയൂന്ന് പറയണം. ഞാനൊരു പോലീസ് ഓഫീസറാന്ന കാര്യം മറക്കണ്ട. അതൊന്നും ഇല്ല ഗൗതം സാറേ എന്ന് പറയണ. നന്ദ ഒരു നിമിഷം കൂടെ ആലോചിച്ചു, പറയണോ വേണ്ടയോ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം സാർ അത് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. വേണ്ട, പറയണ്ട. വെറുതെ എന്തിനാ? സത്യങ്ങളൊക്കെ താൻ തന്നെ അന്വേഷിച്ച് അറിഞ്ഞിട്ട് മതി ഗൗതം സാറിനോട് പറയുന്നേ. ഒരു പക്ഷെ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. പിന്നീട് അവരുടേതായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. 3-4 ദിവസങ്ങളല്ലേ കണ്ടിട്ട്. അപ്പൊ ഒത്തിരി വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. ഗൗതമിന് ഡൽഹി പോയ കാര്യവും അവിടെ പോയി പരാതി കൊടുത്ത കാര്യവും അങ്ങനെ അർജുനെ കുറിച്ചും എല്ലാം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ സമയത്ത് മഹേശ്വരന് മുറിയിലിരുന്നിട്ട് ഇരിക്കപ്പുറതേ ഇല്ലായിരുന്നു. വാവച്ചനെ ഫോൺ ചെയ്യുവാണ്. വാവച്ചനെ വിളിച്ചിട്ട് വെച്ചു, ഞാൻ പറഞ്ഞതിനെ കുറിച്ച് അന്വേഷിച്ചോ എന്ന് ചോദിക്കണം. ഇല്ല സാർ, ഞാൻ പോയി അന്വേഷിക്കാന്ന് പറയണ. എത്രയും പെട്ടെന്ന് പോയി അന്വേഷിക്കണം കേട്ടോ. ഇനി വെച്ച് താമസിപ്പിക്കരുത്. ഇവിടെ ഞാനാണെങ്കിൽ ആകെപ്പാടെ സമനില തെറ്റിയ അവസ്ഥയിൽ ഇരിക്കുക. ആ നന്ദ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ സുജാത എന്താ പറഞ്ഞേക്കെന്ന് അറിയില്ല. അപ്പൊ അതെന്താ അവൾ അവിടെ ചെന്നിട്ട് എന്താ ചോദിച്ചേ അതൊക്കെ വിശദമായിട്ട് അവരോട് ചോദിച്ചിട്ട് എന്നോട് വിളിച്ചു പറയണമെന്ന് പറയാം. സാറ് പേടിക്കണ്ട, അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാണ്. പിന്നെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഒരു കാരണവശാലും പുറത്തത് ആരും അറിയാൻ പാടില്ലെന്ന് പറയാണ്. സാറ് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. പിന്നീട് മഹേശനാണെങ്കിൽ ഇപ്പൊ നന്ദി ഇനി ഗൗതമിനോട് എന്തെങ്കിലും പറഞ്ഞു കാണോ? അവരുടെ മുറിയിലൊന്ന് പോയി നോക്കിയാലോ? ഇനി ഗൗതമിനോട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ കേൾക്കാലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുവാണ്. പിന്നീട് ഗൗതമിന്റെ ഒക്കെ മുറിയുടെ പുറത്തു വന്ന് നിൽക്കുവാണ്. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കാന്ന് ഓർത്തുണ്ട്. പക്ഷെ അവരതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. മഹേഷിന് ഒരു കാര്യം ഉറപ്പായി, നന്ദയൊന്നും പറഞ്ഞിട്ടില്ല. അവൾ എന്തുകൊണ്ടായിരിക്കും ഇതിനെക്കുറിച്ചൊന്നും പറയാത്തെ? ഒരുപക്ഷെ ഇനിയിപ്പോൾ അവള് തന്നെ സത്യം കണ്ടെത്താണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇറങ്ങിത്തിരിക്കുവാണോ? പറയാൻ പറ്റില്ല. അങ്ങനെ നന്ദ ഗൗതമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദയുടെ ഫോണിലേക്ക് കോള് വരുന്നുണ്ട്. നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സുജാത എന്നാ കണ്ടത്. ദൈവമേ, ഈ സമയത്ത് കോൾ എടുക്കാൻ പറ്റില്ല. എങ്ങനെ കോൾ എടുക്കുന്നേ? കോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഗൗതം സാറിന്റെ മുന്നിൽ വെച്ച് സംസാരിക്കാനും പറ്റില്ല. എന്റെ ദൈവമേ, ഗൗതം സാർ എഴുന്നേറ്റ് പോയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ തനിക്ക് സംസാരിക്കായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ 100 ചോദ്യങ്ങളുണ്ടാകും. ആരാ വിളിച്ചേ, എന്തിനാ വിളിച്ചെന്നൊക്കെ. വേണ്ട എന്നോർത്ത് പതുക്കെ ഇരിക്കുവാണ്, അനങ്ങാതിരിക്കുവാണ്. ഇത് ഫോണിങ്ങ് എടുത്ത് നോക്കാൻ തോന്നരുതേ ഭഗവാനെന്ന് ഓർത്ത് അങ്ങനെ നന്ദ ഇരുന്ന് കഴിയുമ്പോഴത്തേന് ഗൗതം അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഈ സമയത്ത് നന്ദയ്ക്ക് ശ്വാസം നേരെ വീണത്. കാരണം ഇനി ആന്റിനെ ഒന്ന് വിളിച്ചു നോക്കാം, എന്താ കാര്യം എന്നറിയില്ലല്ലോ. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ പച്ചക്കറിയൊക്കെ ഒരുക്കൊണ്ടിരിക്കുവായിരുന്നു ലക്ഷ്മിയമ്മ. പെട്ടെന്ന് മോഹിനി അങ്ങോട്ട് വന്നു.
മോഹിനി വന്നിട്ട് ചോദിച്ചു, എന്നാലും ഇത്ര വലിയ കണക്കിൽ തിരിമറികളൊക്കെ നടത്തുമെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞില്ലെന്ന് പറയാണ്. അപ്പൊ ലക്ഷ്മിയമ്മ ചോദിച്ചു, നീ എന്താ മോഹിനി പറയണേന്ന് ചോദിക്കുകയാണ്. അല്ല, ഇവിടെ കണക്കിൽ ഒരു തിരിമറി നടത്തിയില്ലെന്ന് ഇവിടെ പിങ്കിമോള് പറഞ്ഞു, പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ? ഏട്ടത്തേക്ക് എന്തറിയാം, ഇവിടെ കോടികളുടെ അവിടെ നഷ്ടം സംഭവിച്ചെന്ന് അറിയാവോ? അവിടുത്തെ തേക്ക് എത്ര രൂപയുടെ തേക്കാ കടത്തി വിറ്റേക്കുന്നത്. അത് കൂടാഞ്ഞിട്ട് അവിടുന്ന് കിട്ടുന്ന ആദായം ഇത്രയും കാലമായിട്ട് അവിടുത്തെ എന്തേലും വരുമാനം ഇവിടുത്തെ കണക്കിൽ പെട്ടിട്ടുണ്ടല്ലോ? ഇല്ലല്ലോ. ഈ തറവാടിന്റെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഈ തറവാട്ടിലേക്ക് തന്നെ വരണ്ടേ? നമ്മളും നമ്മുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം അനുഭവിക്കേണ്ടതല്ലേ? അത് കണ്ടവന്മാര് കൊണ്ടേ തിന്നാണെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ബന്ധമുണ്ടോന്നും അറിയില്ല. ഇനിയിപ്പോ പിങ്കിമോൾ അതൊക്കെ ശ്രദ്ധിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏട്ടത്തി പോകുന്നതിന് മുമ്പ് തന്നെ പിങ്കിമോളെ കണക്കുകളൊക്കെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോയത്. അതുകൊണ്ട് പിങ്കിമോൾ അതെല്ലാം നോക്കുന്നുണ്ടെന്ന് പറയണം. പെട്ടെന്ന് ലക്ഷ്മി വെച്ചു, അതെന്താ മകേശ്വരൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചെന്നാണോ പറയണേ? അല്ല, കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പിങ്കിമോള് പിടിക്കൂന്ന് പറയണേ. എന്റെ ഭഗവാനെ, ഇതേ എന്റെ ഏട്ടൻ അങ്ങനെയൊന്നും കാണിക്കില്ല, എനിക്ക് നല്ല വിശ്വാസമാണെന്ന് പറയണം. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് നന്ദ പറഞ്ഞു കേട്ടില്ലായിരുന്നോ? അവിടെ ചെമ്പമ്മയിലുള്ള ഏതോ ഒരു പെങ്കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കുന്നേ ഏട്ടനാന്ന്. അല്ല, ഏട്ടൻ എന്തിന് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ലക്ഷ്മി അടുത്തോട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞോന്ന് ചോദിക്കും. ഇല്ല, എന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അന്നെങ്കിൽ ഏട്ടൻ എന്തോ കള്ളത്തരം ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നെന്ന് പറയണേ. ദേ മോഹിനി, നീ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. എന്റെ ഏട്ടൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നോട് പറയാതിരിക്കില്ലെന്ന് പറയാം. പക്ഷെ മോഹിനിയുടെ ഉള്ളിൽ സംശയം ഉണ്ടായിരുന്നു. ഇതേ സംശയം തന്നെയായിരുന്നു പിങ്കിയുടെ ഉള്ളിലുണ്ടായിരുന്നേ. എന്തുകൊണ്ടായിരിക്കും നന്ദ അങ്ങനെ പറഞ്ഞത്? ഒരു പക്ഷേ ഇനിയിപ്പോ വേറെന്തെങ്കിലും കാര്യോടെ ഉണ്ടോ? അതാണോ നന്ദ മിഥുനേയും കൂട്ടി അങ്ങോട്ട് പോയത്? പനിയാന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് മുറിയിലിരിക്കുമായിരുന്നു ഇതേ. പിന്നീട് മിഥുനേയും കൂട്ടി അവൾ വെറുതെ ചുറ്റിയടിക്കാൻ പോവില്ല, എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടായിരിക്കും പോയിരിക്കുന്നത്. അവളിനി അതിപ്പോ സത്യങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ച് ഇവിടെ പറഞ്ഞു കഴിയുമ്പോൾ തങ്ങളൊക്കെ അറിയുള്ളൂ. പക്ഷെ അതിനു മുമ്പ് അതെന്താന്ന് അറിയുമായിരുന്നെങ്കിൽ നന്ദക്കെതിരെ പ്രിയയ്ക്ക് ഒരു തുറപ്പിച്ചിട്ടായിരുന്നത്. അങ്ങനെയൊക്കെ പിങ്കി കരുതുന്നുണ്ട്. ഇപ്പൊ ആരോട് ചോദിച്ചാൽ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും? ഒരു പക്ഷെ വാവച്ചനെ വിളിച്ചു ചോദിച്ചാലോ? വാവച്ചന് വലിയ ഓഫറൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ വാവച്ചൻ പറഞ്ഞിരിക്കും. വാവച്ചന് ഇച്ചിരി പണത്തിനൊക്കെ ഇച്ചിരി ആക്രാന്തം ഉള്ളതാണെന്ന് തോന്നേ. അങ്ങനെ ഞാൻ ചോദിച്ചു നോക്കിയാലോ എന്നൊക്കെ പിങ്കിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നീടാണെങ്കിൽ ഗൗതം പോയ സമയത്താണ് നന്ദ ഇങ്ങോട്ട് മാറി പതുങ്ങി ഇങ്ങോട്ട് വരുവാണ്. എന്നിട്ട് ഫോൺ എടുത്ത് വിളിക്കുവാണ്, സുജാതയുടെ നമ്പറിലേക്ക് വിളിക്കുക. അങ്ങനെ വിളിച്ചു കഴിയുമ്പോഴത്തേനും ചോദിച്ചു, ആന്റി എന്താ ആന്റി വിളിച്ചതെന്ന് ചോദിക്കുവാണ്. എനിക്കപ്പോൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. എന്താ ആന്റിന്ന് ചോദിക്കുകയാണ്. അതുമോളെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ഈ വരുന്ന 15-ാം തീയതിയാണ് കേസ് കോടതി വിളിച്ചിരിക്കുന്നത് പറയാണ്. അപ്പൊ അന്നാണ് മൊഴി കൊടുക്കാൻ സാക്ഷി പറയാനായിട്ട് കോടതിയിലേക്ക് ചെല്ലണ്ടേ. എനിക്ക് പേടിയുണ്ട്. ഗാതമോളാണെങ്കിൽ സാക്ഷി പറയുമെന്നും പറഞ്ഞിരിക്കുന്നത്. ഒന്നാം സാക്ഷി അവളല്ലേ. ഒരു പക്ഷെ ആ സമയത്ത് അങ്ങനെ അവൾക്ക് വല്ല അപകടം ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് അവളെ തന്നെ വിടാൻ ഭയങ്കര പേടിയാ മോളെ എന്ന് പറയാണ്. ഇത് ഓർത്തിട്ടാണ് ആന്റി ടെൻഷൻ അടിക്കണ്ട. ഗാഥയോട് ധൈര്യമായിട്ടിരിക്കാൻ പറ. പക്ഷെ ബാലാജി വെറുതെ ഇരിക്കും തോന്നുന്നില്ല മോളെ, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാണ്. മോൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നന്ദ ഇങ്ങനെ ആലോചിക്കുക, എന്ത് ചെയ്യണം, എങ്ങനെ ഗാഥനെ രക്ഷിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ പ്രമോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ തന്നെ ഞാൻ വരും കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കാണണം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.